എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പെർമനൻറ്റ് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷനായിട്ട് നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാവുന്നതാണ്. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷനായിട്ട് വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് മെമ്മോ, അതല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ, എന്താണ് നിങ്ങൾ അതിന് വിളിക്കുന്നത് ആ ഒരു കാര്യമാണ്. ശരിക്കും അതിൻ്റെ പേര് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നാണ്. അത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അത് ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ലഭ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ആണ്. SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഒറിജിനൽ ഇല്ല എങ്കിൽ SSLC റിസൾട്ടിൻ്റെ കോപ്പി മതിയാകും. അടുത്തതായിട്ട് നിങ്ങളുടെ TC ആണ്. അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ടൈ ബ്രേക്ക്, അതായത് ക്ലബ് സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ തന്നെ കലോത്സവം എന്നിങ്ങനെയുള്ള വിവിധ സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈ ബ്രേക്കിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ EWS റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EWS റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻസ് വല്ലതുമുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്സുകൾ ആവശ്യമാണ്. അതുപോലെ ആധാർ കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ 2 ഫോട്ടോ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഫീസ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതായത് പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ മാത്രം ഫീസ് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൃത്യമായിട്ട് എത്ര രൂപയാണ് ഫീസ് ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യമാണ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇന്ത്യൻ ആണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. അപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളതാണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്. ചില സ്കൂളുകളിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നതാണ്. അപ്പോൾ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ താമസരേഖ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ റേഷൻ കാർഡ് എടുത്താൽ മതി. റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാരൻറ്റിൻ്റെ കയ്യിലുണ്ടാവും. പാരൻസിനോട് പറഞ്ഞാൽ മതി റേഷൻ കാർഡും അതിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതും. അതോടൊപ്പം തന്നെ നിങ്ങൾ റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രമേ സ്കൂളിൽ കൊടുക്കാവൂ, അല്ലാതെ റേഷൻ കാർഡ് ഒറിജിനലൊന്നും കൊണ്ടുപോയിട്ട് സ്കൂളിൽ കൊടുക്കരുത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു റേഷൻ കാർഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റേഷൻ കാർഡ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന് പകരം ഉപയോഗിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന സമയത്ത് ആരൊക്കെയാണ് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടി വരിക എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഏതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്കും ടെമ്പററി അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നത് ആയിരിക്കും. അതുപോലെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും നേടാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് പെർമനൻറ്റ് അഡ്മിഷൻ അടുത്തതായിട്ട് ആരാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടി, ആ ഒരു സീറ്റ് തന്നെ മതി എന്നാണ്. ഇനി അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ ആ ഒരു കിട്ടിയ ഓപ്ഷനിൽ ഫീസ് അടച്ച് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാം. അതുപോലെ തന്നെ അതിനുശേഷം ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ചോദിച്ച മറ്റൊരു കാര്യമായിരുന്നു. അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് തന്നെ തുടരാനുള്ള അവസരമുണ്ട്. എന്നിരുന്നാലും ആ ഒരു സീറ്റ് എനിക്ക് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനൊന്നും കിട്ടിയിട്ടില്ല, ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു ഫീസും എടുത്തുകൊണ്ട് നിങ്ങളുടെ പാരൻസിനെയും കൂട്ടിയിട്ട് പോയിട്ട് നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അതേസമയം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് പോയിട്ട്, അതായത് ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് പോയിട്ട്
പെർമനൻറ്റ് അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ നേടാവുന്നതാണ്. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷനാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.